റിച്ചിയുടെ വിളി കേട്ടതും ഒരു പൊട്ടിക്കരച്ചിലൂടെ മരിയ അവനെ കെട്ടിപ്പിടിച്ചു. റിച്ചി പെട്ടെന്ന് മരിയെ തന്നിൽ നിന്ന് മാറ്റി. മരിയെ കൊച്ചേ. റിച്ചി വിളിച്ചത് മരിയ പെട്ടെന്ന് തന്നെ തൻ്റെ ഇരു കൈകളിലും റിച്ചിയുടെ മുഖം കോരിയെടുത്തു. സ്നേഹത്തോടെ മരിയയുടെ ചുണ്ടുകൾ റിച്ചിയുടെ മുഖം മുഴുവൻ ഓടി നടന്നു. മരിയ നൽകിയ ഓരോ ചുംബനത്തിലും അവളുടെ കണ്ണുനീരും ഉണ്ടായിരുന്നു. ഒരു നിമിഷം റിച്ചി സ്തംഭിച്ചിരുന്നു. തൻ്റെ മുഖത്ത് പതിക്കുന്ന മരിയയുടെ കണ്ണുനീർ റിച്ചിയെ ചുട്ടുപൊളിച്ചു. മരിയ പതുക്കെ റിച്ചിയിൽ നിന്നും അകന്നു. അപ്പോഴും ആ കണ്ണുകൾ നിർത്താതെ പെയ്തിരുന്നു. എന്തിനാ ഇച്ചായ? ഞാൻ കാരണമല്ല ഇച്ചായന്. എനിക്ക് സഹിക്കാൻ പറ്റണില്ല ഇച്ചായ. മരിയ കരഞ്ഞുകൊണ്ട് റിച്ചിയോട് പറഞ്ഞു. റിച്ചി തിരിച്ചൊന്നും പറഞ്ഞില്ല. മരിയയുടെ പുറത്ത് തലോടെ ആശ്വസിപ്പിച്ചു. മരിയയുടെ കരച്ചിൽ കുറഞ്ഞതും റിച്ചി അവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റി. ഒഴുകിയിറങ്ങുന്ന കണ്ണുനീര് തുടച്ചു കൊടുത്തു. മരിയെ കൊച്ചേ, എന്തിനാ നീ ഇങ്ങനെ കരയുന്നേ? ഞാൻ കാരണം ഇച്ചായന്. നീ അത് ഇതുവരെ വിട്ടില്ലേ കൊച്ചേ? ദാ ഇങ്ങോട്ട് നോക്കിയേ. എനിക്കൊരു കുഴപ്പവുമില്ല. ഒരു 4-5 ദിവസം എഴുന്നേറ്റ് നടക്കാൻ ആരുടെയെങ്കിലും സഹായം വേണം, അത്രയേ ഉള്ളൂ. പിന്നെ ഇതൊന്നും സംഭവിച്ചത് നീ കാരണമല്ല, എൻ്റെ ശ്രദ്ധക്കുറവ് കൊണ്ട് മാത്രമാണ്. റിച്ചി. ബെന്നി റിച്ചിയെ വിളിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് വന്നു. ദാ ഇത് കുടിക്ക്. കയ്യിലുള്ള ബൗൾ റിച്ചിക്ക് നേരെ നീട്ടിക്കൊണ്ട് ബെന്നി പറഞ്ഞു. എനിക്കിത് വേണ്ട. നിനക്കറിയാവുന്നതല്ലേ ബെന്നി, എനിക്ക് കഞ്ഞി ഇഷ്ടമല്ലെന്ന്. നീ എന്ത് പറഞ്ഞാലും 4-5 ദിവസത്തേക്ക് ഇനി നിനക്ക് കഞ്ഞി മാത്രമേ കുടിക്കാൻ പറ്റൂ. കട്ടിയുള്ള ആഹാരമൊന്നും കഴിക്കാൻ പറ്റില്ല എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. റിച്ചി ദേഷ്യത്തോടെ അലറി. ഡാ പുല്ലേ, കിടന്ന് അലറി കൂവി ഈ സ്റ്റിച്ച് പൊട്ടിക്കണ്ട. നിനക്ക് വേണമെങ്കിൽ കുടിച്ചാൽ മതി, അല്ലെങ്കിൽ പട്ടിണി കിടക്ക്. അതും പറഞ്ഞ് കയ്യിലുള്ള ബൗൾ അവിടെ ഉള്ള ടേബിളിൽ വെച്ച് മരിയെ നോക്കി കണ്ണുകൊണ്ടെന്ന് കാണിച്ചിട്ട് ബെന്നി പുറത്തേക്ക് പോയി. മരിയെ കുറച്ച് സമയം റിച്ചിയുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു. അവൻ്റെ ദേഷ്യമൊന്ന് കുറഞ്ഞെന്ന് തോന്നിയതും മരിയെ റിച്ചിയെ വിളിച്ചു. ഇച്ചായ. ഞാനൊരു കാര്യം പറഞ്ഞാൽ എന്നോട് ദേഷ്യപ്പെടുമോ? എനിക്ക് ദേഷ്യം വരുന്ന കാര്യമാണെങ്കിൽ ഞാൻ ദേഷ്യപ്പെടും. അത് പിന്നെ ഇച്ചായ, ഞാൻ കഞ്ഞി ഇരുന്ന് വിൽക്കാതെ എന്താന്ന് വെച്ചാൽ പറഞ്ഞ് തൊളയടി. അത് പിന്നെ മരുന്ന് കഴിക്കാനുള്ളതല്ലേ ഇച്ചായ, ഞാൻ കഞ്ഞി എടുത്ത് തരട്ടെ. നിനക്ക് എന്താ ചെവി കളിക്കില്ലടി പുല്ലേ? റിച്ചിയുടെ ദേഷ്യം കണ്ട് അറിയാമെന്ന മരിയെ യാന്ത്രികമായി തലയാട്ടി. ഞാൻ ബെന്നിയോട് പറഞ്ഞത് നീയും കേട്ടതല്ലേ, എനിക്ക് കഞ്ഞി വേണ്ടെന്ന്. അത് പിന്നെ ഇച്ചായ, സ്റ്റിച്ച് എടുക്കുന്നത് വരെ കട്ടിയുള്ള ഒന്നും കഴിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞത് കൊണ്ടല്ലേ. സ്റ്റിച്ച് എടുത്തു കഴിഞ്ഞാൽ ഇച്ചായന് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ ഉണ്ടാക്കിത്തരാം. ഇപ്പോൾ കഞ്ഞി കുടിക്കാമോ പ്ലീസ് ഇച്ചായ? മരിയയുടെ സ്നേഹത്തോടുള്ള വാക്കുകൾ റിച്ചിക്ക് നിഷേധിക്കാനായില്ല. അവൻ കഞ്ഞി കുടിക്കാമെന്ന് സമ്മതിച്ചു. കഞ്ഞിയുടെ ബൗളിനെ റിച്ച് കൈനീട്ടിയതും അവനെ ഞെട്ടിച്ചുകൊണ്ട് മരിയ തന്നെ റിച്ചിക്ക് കഞ്ഞി കോരി കൊടുക്കാൻ തുടങ്ങി. അവളെ തന്നെ നോക്കിയിരുന്നു കൊണ്ട് റിച്ചി മരിയ കൊടുത്ത കഞ്ഞി മുഴുവൻ കുടിച്ചു. റിച്ചിക്ക് കഞ്ഞിയും മരുന്നും കൊടുത്തിട്ട് മരിയ താഴേക്ക് പോയി. റിച്ചി ഓർക്കുകയായിരുന്നു മരിയയെ പറ്റി. ജീവിതത്തിൽ ആദ്യമായി ഒരു പെണ്ണ് തനിക്ക് വേണ്ടി കണ്ണീർ പൊഴിക്കുന്നു. ആ കണ്ണുകൾ തന്നോടുള്ള കരുതലും സ്നേഹവും മാത്രമാണ്. മരിയയുടെ ചുണ്ടുകൾ ഓടി നടന്ന തൻ്റെ കവളിൽ റിച്ചി പതിയെ തലോടി. മനോഹരമായ ഒരു പുഞ്ചിരി ആ നിമിഷം റിച്ചിയിൽ ഉണ്ടായിരുന്നു. ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് റിച്ചി തിരിഞ്ഞു നോക്കി. മരിയയാണ്. മരിയ ബെന്നി ഒന്ന് വിളിക്കാമോ? ബെന്നിച്ചായൻ ഉറങ്ങിയെന്ന് തോന്നുന്നു. എന്തെങ്കിലും അത്യാവശ്യമാണോ ഇച്ചായ? എനിക്ക് ബാത്റൂമിൽ പോകാൻ. അതിനായിരുന്നോ? ഞാൻ ആക്കിത്തരാം, വാ എഴുന്നേൽക്ക് ഇച്ചായ. മരിയെ പതുക്കെ റിച്ചിയെ താങ്ങി എഴുന്നേൽപ്പിച്ചു. റിച്ചിയുടെ ഒരു കൈ അവളുടെ തോളിൽ കൂടിയിട്ട് ഒരു കൈ കൊണ്ട് മരിയ അവനെ ചേർത്ത് പിടിച്ചു. റിച്ചി അധികം ഭാരം അവളിലേക്ക് കൊടുക്കാതെ നടന്നു തോന്നി. ബാത്റൂമിൽ നിന്ന് തിരിച്ചു മരിയ റിച്ചി ബെഡിൽ കൊണ്ട് കിടത്തി. ബെഡിന്റെ ഹെഡ് ബോർഡിൽ വെച്ച് ആരി വെച്ചിരിക്കുന്ന തലയിണ നേരെ വെച്ചുകൊണ്ട് റിച്ചിയെ അതിലേക്ക് കിടത്തി. റിച്ചിയുടെ മറുവശം ചേർന്ന് മരിയയും അല്പം നീങ്ങിക്കിടന്നു. മരിയെ കൊച്ചേ. മരിയ റിച്ചി ഒന്ന് നോക്കി. റിച്ചി തൻ്റെ വലതു കൈ മരിയയ്ക്ക് നേരെ വിരിച്ചു വെച്ചു. ഇന്ന് അടുത്ത് വന്ന് കിടക്കു കൊച്ചേ. വേണ്ട ചായ, ഉറക്കത്തിൽ അറിയാതെ എൻ്റെ കൈ മുറിവിലെങ്ങാനും തട്ടിയാലോ? മുറിവ് ഇടത് സൈഡിലല്ലേ? ഉറക്കത്തിലാണെങ്കിൽ പോലും എൻ്റെ ശരീരത്തിൽ നീ കാരണം ഒരു വേദനയും ഉണ്ടാകാതിരിക്കാൻ എൻ്റെ മരിയ കൊച്ചു ശ്രദ്ധിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് വാ. മരിയ റിച്ചിക്ക് അടുത്തേക്ക് കിടന്നു. അങ്ങനെയല്ല മരിയ കൊച്ചി, ദാ ഇവിടെ ഉണ്ടാകണമെന്നു റിച്ചി തൻ്റെ നെഞ്ചിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. മരിയ ഒരു കൈ ചിരിയോട് റിച്ചിയുടെ നെഞ്ചിൽ തലവെച്ച് ഒരു കൈ കൊണ്ട് അവനെ പുണർന്നു കിടന്നു. പതുക്കെ രണ്ടുപേരും നിദ്രയെ പുൽകി. പിന്നീടുള്ള ഓരോ ദിവസവും റിച്ചിയുടെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് മരിയയാണ്. റിച്ചിക്ക് ആഹാരം കൊടുക്കുന്നതും മരുന്ന് കൊടുക്കുന്നതും എന്തിനേറെ അവനെ കുളിക്കാൻ സഹായിക്കുന്നത് വരെ മരിയയായിരുന്നു. ഒരു ഭാര്യയെ പോലെ അവൻ്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് അവൾ ചെയ്തു കൊടുത്തു. ഇന്നാണ് റിച്ചിയുടെ സ്റ്റിച്ച് എടുക്കുന്ന ദിവസം. രാവിലെ മരിയ അടുക്കളയിൽ കാര്യമായ ജോലിയിലാണ്. ഹോസ്പിറ്റലിൽ പോയി വരുമ്പോൾ റിച്ചിക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങളെല്ലാം ഉണ്ടാക്കി വയ്ക്കാനുള്ള തിരക്കിലാണ് മരിയ. മുകളിൽ നിന്ന് റിച്ചിയുടെ വിളി കേട്ട് മരിയ ഗ്യാസ് ഓഫ് ചെയ്ത് മുകളിലേക്ക് പോയി. എന്താ ചായ വിളിച്ചത്? എൻ്റെ ഷർട്ട് എവിടെ മരിയ കൊച്ചേ? മരിയ ടേബിളിൽ ലൈൻ ചെയ്ത് മടക്കി വെച്ചിരുന്ന റിച്ചിയുടെ ഷർട്ടിലേക്കൊന്ന് നോക്കി. ശേഷം റിച്ചിയെയും. മരിയയുടെ നോട്ടം കണ്ട് റിച്ചി അവളെ കണ്ണടച്ച് കാണിച്ചു. കാര്യം വേറെ ഒന്നുമല്ല, ചെക്കൻ ഇപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എല്ലാ കാര്യങ്ങൾക്കും മരിയ വേണം. പാവം മരിയ കൊച്ച്. ഇതൊന്നും മനസ്സിലാകാതെ റിച്ചിക്ക് വയ്യാത്തതല്ലേ എന്ന് കരുതി എല്ലാം ഓടി നടന്ന് ചെയ്തു കൊടുക്കും. മരിയ അയൺ ചെയ്ത് വെച്ചിരുന്ന ഷർട്ട് എടുത്ത് റിച്ചിക്ക് ഇട്ടുകൊടുത്തു. ബട്ടൺസ് ഇട്ട് സ്ലീവ് കുറച്ച് മുകളിലേക്ക് മടക്കി വെച്ചു കൊടുത്തു. റിച്ചി പെട്ടെന്ന് മരിയയുടെ ഇടുപ്പിലൂടെ കൈ ചുറ്റി പിടിച്ച് അവളെ അവനോട് ചേർത്ത് നിർത്തി. മരിയ പിടയ്ക്കുന്ന കണ്ണുകളോട് റിച്ചിയെ നോക്കി. ഇത്രയും ദിവസം എൻ്റെ കൊച്ചി ഇച്ചായനെ നന്നായി പരിചരിച്ചതല്ലേ? ഹോസ്പിറ്റലിൽ പോയിട്ട് വരട്ടെ. അതിന് എൻ്റെ കൊച്ചിന് ഇച്ചായൻ്റെ വക ഒരു സമ്മാനമുണ്ട്.
റിച്ചി ഒരു കൈ കൊണ്ട് തൻ്റെ മീശ പിരിച്ചു വെച്ച് മരിയയെ നോക്കി പറഞ്ഞു. മരിയയുടെ ഇടുപ്പിൽ ചുറ്റിയ കൈ അയച്ചുകൊണ്ട് റിച്ചി അവളുമായി താഴേക്ക് പോയി. റിച്ചിയും ബെന്നിയും ഹോസ്പിറ്റലിലേക്ക് പോയതും മരിയ അടുക്കളയിലേക്ക് പോയി. മത്തയച്ചനോട് ചോദിച്ച് മരിയ റിച്ചിയുടെ ഇഷ്ടങ്ങളെല്ലാം മനസ്സിലാക്കിയിരുന്നു. ആഹാരമെല്ലാം ഉണ്ടാക്കി വെച്ച് മരിയ റിച്ചിക്കായി കാത്തിരുന്നു. ഓരോ മിനിറ്റും മണിക്കൂറുകൾ പോലെ പോകുന്നത് പോലെ മരിയയ്ക്ക് തോന്നി. ഡോർ തള്ളിത്തുറക്കുന്ന ശബ്ദം കേട്ട് മരിയ പ്രതീക്ഷയോടെ പുറത്തേക്ക് നോക്കി. ബെന്നി മാത്രമാണ് തിരികെ എത്തിയത്. ബെന്നിച്ചായ, ഇച്ചായൻ എവിടെ? എനിക്കറിയില്ല. എന്നെ ഇവിടെ ഇറക്കി വിട്ടിട്ട് എങ്ങോട്ടോ പോയി. ബെന്നിച്ചായൻ ചോദിച്ചില്ലേ? ആ, അത് ചോദിച്ചതിന് ആ ചെകുത്തൻ എന്നെ കടിച്ച് കീറില്ല എന്നേ ഉള്ളൂ. ബെന്നി അതും പറഞ്ഞ് റൂമിലേക്ക് പോയി. മരിയയ്ക്ക് എന്തോ വല്ലാത്ത വിഷമം തോന്നി. മരിയ റൂമിലേക്ക് പോയി. ബെഡിൻ്റെ ഹെഡ് ബെഡിൽ ചാടിയിരുന്ന് മരിയ പതുക്കെ കണ്ണുകൾ അടച്ചു. റിച്ച് റൂമിലേക്ക് വന്നതൊന്നും മരിയ അറിഞ്ഞില്ല. റിച്ച് മരിയെ ഒന്ന് നോക്കിക്കൊണ്ട് ഷോർട്ട്സും സ്ലീവ്ലെസ് ബ്ലാക്ക് ബനിയനും എടുത്തിട്ടു. റിച്ചി മരിയയ്ക്ക് അരികിൽ വന്നിരുന്നു. പതിയെ അവൾ തട്ടി വിളിച്ചു. മരിയ പതുക്കെ കണ്ണുകൾ തുറന്നു. റിച്ചിയെ മുന്നിൽ കണ്ടതും മരിയയുടെ കണ്ണുകൾ വിടർന്നു. മരിയയുടെ മുഖത്തെ ഓരോ ഭാവങ്ങളും റിച്ചി ഒപ്പിയെടുത്തുകൊണ്ടിരുന്നു. ഇച്ചായൻ എപ്പോൾ വന്നു? വന്നിട്ട് എന്ത് തന്നെ വിളിക്കാഞ്ഞേ? റിച്ചി ഒന്നും മിണ്ടാതെ മരിയയുടെ കയ്യിലേക്ക് ഒരു ബോക്സ് കൊടുത്തു. മരിയ റിച്ചിയെ ഒന്ന് നോക്കി. തുറന്നു നോക്ക്. ആ ബോക്സ് തുറന്നത് മരിയയുടെ കണ്ണുകൾ വിടർന്നു. മരിയയ്ക്ക് ഇഷ്ടപ്പെട്ട വൈറ്റ് ചോക്ലേറ്റ്. മരിയ ചോക്ലേറ്റിലേക്കും റിച്ചിയെ മാറി മാറി നോക്കി. എന്താ മരിയെ കൊച്ചെ, നിന്റെ ബെന്നിച്ചായം വാങ്ങി തന്നാൽ മാത്രമേ നീ കഴിക്കുമെന്നുള്ളൂ? ഇച്ചായ അതിൽ നിന്നും ഒരു ചോക്ലേറ്റ് എടുത്ത് മരിയ റിച്ചിക്ക് നേരെ നീട്ടി. എനിക്ക് വേണ്ട കൊച്ചെ, നീ കഴിച്ചോ. എനിക്ക് വേണമെന്ന് തോന്നിയാൽ ഞാൻ എടുത്തോളാം. മരിയ റിച്ചിക്ക് നേരെ നീട്ടിയ ചോക്ലേറ്റ് കഴിക്കാൻ തുടങ്ങി. കണ്ണടച്ച് ആസ്വദിച്ച് ചോക്ലേറ്റ് നുടഞ്ഞ് കഴിക്കുന്നവളെ റിച്ചി കണ്ണെടുക്കാതെ നോക്കിയിരുന്നു. ഒരു നിമിഷം റിച്ചിയുടെ നോട്ടം മരിയയുടെ ചുണ്ടുകളിൽ എത്തി നിന്നു. ഒരു നിമിഷം റിച്ചിക്ക് മരിയ കഴിക്കുന്ന ചോക്ലേറ്റിനോട് പോലും അസൂയ തോന്നി. റിച്ചിയുടെ മുഖം പതുക്കെ മരിയയുടെ മുഖത്തോട് അടുത്ത് വന്നു. മരിയ ചോക്ലേറ്റ് കഴിച്ചു കഴിഞ്ഞ് കണ്ണു തുറന്ന നിമിഷം റിച്ചി മരിയയുടെ ചുണ്ടുകളെ സ്വന്തമാക്കി. റിച്ചിയുടെ പ്രവൃത്തിയിൽ ഞെട്ടി മരിയ അവനെ തള്ളിമാറ്റാൻ ശ്രമിച്ചു. മരിയ റിച്ചി തള്ളിമാറ്റാൻ ശ്രമിക്കുന്നതനുസരിച്ച് റിച്ചിയുടെ ചുംബനത്തിന് തീവ്രത കൂടി വന്നു. മരിയയുടെ എതിർപ്പുകൾ പതിയെ കുറഞ്ഞു വന്നു. റിച്ചി കൊടുക്കുന്ന ചുംബനത്താൽ മരിയയുടെ ശരീരം തളർന്നു തുടങ്ങി. മരിയയുടെ കൈകൾ റിച്ചിയുടെ മുകളിൽ കൊരുത്തു വലിക്കാൻ തുടങ്ങി. മരിയ ഒട്ടും തന്നെ വേദനിപ്പിക്കാതെ ചോക്ലേറ്റിന്റെ മധുരം മുഴുവൻ റിച്ചി നുണഞ്ഞെടുത്തു. മരിയയുടെ ചുണ്ടുകൾ മോചിപ്പിച്ചുകൊണ്ട് റിച്ചി അവളുടെ മുഖത്തേക്ക് നോക്കി. കണ്ണടച്ച് കിടക്കുവാണ്. ചുണ്ടും മുഖവുമെല്ലാം ചുവന്ന് തൊടുത്തിട്ടുണ്ട്. റിച്ചി പതിയെ മരിയയുടെ ടീഷർട്ട് വയർഭാഗത്തു നിന്നും കുറച്ച് മുകളിലേക്ക് പൊക്കി വെച്ചു. തനിക്ക് മുമ്പിൽ അനാവൃതമായി വെളുത്തു തൊടുത്ത സ്വർണ്ണ നിറത്തോടു കൂടിയ കുഞ്ഞു രോമങ്ങളുള്ള മരിയയുടെ അണിവയറിൽ റിച്ചി പതിയെ തലോടി. മരിയയുടെ ശരീരത്തിൽ ഒരു വിറയൽ അനുഭവപ്പെട്ടു. റിച്ചിയുടെ കൈ തട്ടിമാറ്റാൻ ബുദ്ധി പറയുമ്പോഴും മനസ്സതിന് അനുവദിച്ചില്ല. മരിയ കണ്ണുകൾ തുറന്ന് തല ചെറുതായി ഉയർത്തി റിച്ചിയെ നോക്കി. റിച്ചിയുടെ നോട്ടം തങ്ങി നിൽക്കുന്ന മരിയയുടെ അണിവയറിലേക്ക് അവളും നോക്കി. സ്വർണ്ണ ചെയിനിൽ കറുത്ത മുത്തുകൾ കൊടുത്ത ഒരു അരഞ്ഞാണം. റിച്ചി തലചരിച്ച് മരിയയുടെ മുഖത്തേക്കൊന്ന് നോക്കി. റിച്ചിയുടെ നോട്ടം താങ്ങാനാവാതെ മരിയ വീണ്ടും കണ്ണുകൾ അടച്ചു നിന്നു. റിച്ചി മരിയെ നോക്കി ചിരിച്ചു. തൻ്റെ അണിവയറിൽ തട്ടുന്ന റിച്ചിയുടെ മീശയും താടിരുമങ്ങളും മരിയെ ഇക്കിളിയാക്കി തുടങ്ങി. റിച്ചി, റിച്ചി, റിച്ചി. ബെന്നി ഡോറിൽ തട്ടി റിച്ചിയെ വിളിക്കാൻ തുടങ്ങി. റിച്ചി, റിച്ചി. ബെന്നി വീണ്ടും വിളിക്കാൻ തുടങ്ങിയതും റിച്ചി ഈർഷ്യയോടെ മരിയയിൽ നിന്നും അകന്നു മാറി. റിച്ചി ഡോറിൻ്റെ അടുത്തേക്ക് നടന്നതും മരിയെ പെട്ടെന്ന് ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റ് ഡ്രസ് നേരെയാക്കി. റിച്ചി മരിയെ ഒന്ന് നോക്കി ഡോർ തുറന്നു. താഴേക്ക് വാ, കഴിക്കാം. നീ താഴേക്ക് പോയിക്കോ, ഞാൻ വരാം. റിച്ചി അതും പറഞ്ഞ് ബെന്നിയുടെ മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ ഡോർ ലോക്ക് ചെയ്തു. കണ്ണാടിക്ക് മുമ്പിൽ തലതാഴ്ത്തി നിൽക്കുന്നവളെ റിച്ചി പിന്നിലൂടെ ചെന്ന് പുണർന്നു. റിച്ചിയുടെ സാമീപ്യം പറഞ്ഞിട്ടും മരിയ തലയുയർത്തി നോക്കിയില്ല. മരിയെ കൊച്ചെ, അരുമയായി റിച്ചി മരിയയുടെ ചെവിക്കരികിൽ വിളിച്ചു. മരിയ ഒന്ന് മൂളി. റിച്ചി പതുക്കെ മരിയയുടെ താഴത്തുമ്പിൽ പിടിച്ചുയർത്തി. കണ്ണാടിയിൽ തെളിഞ്ഞ ചുവന്നു കൊടുത്ത മരിയയുടെ മുഖം കാണുകെ റിച്ചിയുടെ ഒരു കുസൃതിച്ചിരി വിരിഞ്ഞു. ആകെ ബ്ലഷ് അടിച്ച് ചുവന്ന് നിൽക്കുവാണല്ലോ കൊച്ചെ. റിച്ചി അതും പറഞ്ഞ് ഒന്നുകൂടി മുറുകെ മരികയെ പുണർന്നുകൊണ്ട് തന്നിലേക്ക് ചേർത്ത് നിർത്തി. റിച്ചി മരിയയുടെ തോളിൽ താടി ചേർത്ത് വെച്ച് നിന്നു. റിച്ചി പതുക്കെ കൈയുയർത്തി മരിയയുടെ ചുണ്ടിലമർത്തി. മരിയ എരിവലിച്ചു വിട്ടു. എൻ്റെ മരിയെക്കുറിച്ച് ഇങ്ങനെ ഓരോ ശബ്ദങ്ങൾ ഉണ്ടാക്കി എൻ്റെ കൺട്രോൾ കളയല്ലേ, റിച്ചി ഒരു കുസൃതിച്ചിരിയോട് മരിയോട് പറഞ്ഞു. മരിയ നാണത്താൽ തലതാഴ്ത്തി. റിച്ചി പതുക്കെ മരിയയുടെ ടീഷർട്ട് മുകളിലേക്ക് ഉയർത്തി. മരിയെക്കുറിച്ച് എന്നും ഇതിലൂടെ ഉണ്ടായിരിക്കണം. ഞാൻ ആഗ്രഹിക്കുമ്പോഴൊക്കെ എനിക്കിത് കാണണം, റിച്ചി മരിയയുടെ അരഞ്ഞാണത്തിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. മരിയ തലയുയർത്തി കണ്ണാടിയിൽ നിന്നൊന്ന് നോക്കിക്കൊണ്ട് യാന്ത്രികമായി തലയാട്ടി. നമുക്ക് താഴേക്ക് പോകാം, എനിക്ക് നല്ല വിശപ്പുണ്ട്. റിച്ചി മരിയയും കൂട്ടി താഴേക്ക് പോയി. മരിയയ്ക്ക് നേരത്തെ നടന്ന സംഭവങ്ങൾ കാരണം റിച്ചിയെ നോക്കാൻ തന്നെ മടിയായിരുന്നു. മരിയ തന്നെ എല്ലാവർക്കും ആഹാരം വിളമ്പിക്കൊടുത്തു. ചോറും മോരും, റിച്ചിക്ക് ഇഷ്ടപ്പെട്ട ബീഫ് കറിയും പിന്നെ നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് ബീഫ് വരട്ടിയതും. മരിയയ്ക്ക് റിച്ചിയുടെ അടുത്തിരിക്കാൻ മടി തോന്നി. മരിയ ബെന്നിയുടെ അടുത്തിരിക്കാൻ കസേര വലിച്ചു. മരിയ! റിച്ചിയുടെ ദേഷ്യത്തോടുകൂടെ അരച്ചു കേട്ട് എല്ലാവരും ഞെട്ടി. ബെന്നി മരിയയും റിച്ചിയും ഒന്ന് നോക്കി. കാര്യം മനസ്സിലായതും പിന്നെ കഴിക്കാൻ തുടങ്ങി. മരിയ പെട്ടെന്ന് റിച്ചിയുടെ അടുത്ത് വന്നിരുന്ന് കഴിക്കാൻ തുടങ്ങി. റിച്ചി പിന്നെ മരിയയെ ശ്രദ്ധിക്കാതെ ആഹാരം കഴിക്കാൻ തുടങ്ങി. താൻ ഉണ്ടാക്കിയ ആഹാരം ആസ്വദിച്ച് കഴിക്കുന്ന റിച്ചിയെ നോക്കിക്കൊണ്ട് മരിയയും കഴിക്കാൻ തുടങ്ങി. റിച്ചി ആഹാരം കഴിച്ച് എഴുന്നേറ്റ് മുറിയിലേക്ക് പോകുന്നതിന് മുമ്പ് മരിയെ ഒന്ന് തുറച്ചു നോക്കാനും മറന്നില്ല. റിച്ചിയുടെ നോട്ടം കണ്ട് മരിയെ പെട്ടെന്ന് തലതാഴ്ത്തി. റിച്ചി മുകളിലേക്ക് പോയതും ബെന്നി പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി.
എൻ്റെ നിനക്ക് അറിയാവുന്നതല്ലേ അവൻ്റെ സ്വഭാവം. നീ എന്തിനാ വെറുതെ അവനെ ദേഷ്യം പിടിപ്പിക്കുന്നേ? ബെന്നിച്ചായ, മതി ചെന്ന് കിട്ടാനുള്ളത് കൈയോടെ വാങ്ങിക്കോ. ബെന്നിച്ചായനും കൂടി വാ. എന്തിന്? റിച്ചിക്ക് ദേഷ്യം വന്നാൽ അവൻ തന്നെ ചെകുത്താനാണ് മോളെ. ആരെക്കൊണ്ടും അവനിലെ ചെകുത്താനെ നിയന്ത്രിക്കാൻ കഴിയില്ല. ബെന്നിച്ചായ, മരിയ പേടിയോട് ബെന്നിയെ വിളിച്ചു. നീ പേടിക്കണ്ട റിച്ചിയിലെ ചെകുത്താൻ നിനക്ക് മുമ്പിലെ അടിയറവ് പറഞ്ഞിട്ടുള്ളൂ. അത് റിച്ചിക്ക് നിന്നോടുള്ള പെരുമാറ്റത്തിൽ നിന്നും എനിക്ക് മനസ്സിലായതാ. അതുകൊണ്ട് പേടിക്കാതെ ചെല്ല്. ബെന്നിയുടെ വാക്ക് കേട്ട് ധൈര്യം സംഭരിച്ച് മരിയ റിച്ചിയുടെ റൂമിലേക്ക് പോയി. മരിയ റൂമിലേക്ക് കയറിയതും റിച്ചി മരിയെ ബെഡിലേക്ക് തള്ളിയിട്ടു ഡോർ ലോക്ക് ചെയ്തു. റിച്ചിയുടെ ഭാവം കണ്ട് മരിയ പേടിയോടെ അവനെ നോക്കി. ഇച്ചായ, മരിയ പേടിയോടെ റിച്ചിയെ വിളിച്ചു. റിച്ചി പാഞ്ഞു ചെന്ന് മരിയയുടെ കവളിൽ കുത്തിപ്പിടിച്ചു. വേദന കൊണ്ട് മരിയയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്ന മരിയയുടെ കണ്ണുകൾ കണ്ട് റിച്ചി കൈ പിൻവലിച്ചു. റിച്ചി കൈ ചുരുട്ടി ബെഡിലേക്ക് ഇടിച്ചു. മരിയ പേടിയോടെ ചാടി എഴുന്നേറ്റു. റിച്ചി മരിയയ്ക്ക് അടുത്തേക്ക് ചെന്നു. അവളെ വലിച്ചു നെഞ്ചിലേക്ക് കെട്ടിപ്പിടിച്ചു. മരിയ കൊച്ചേ. ദേഷ്യം കൊണ്ട് വിറച്ചു നിന്നിരുന്ന റിച്ചിയുടെ മുഖം പെട്ടെന്ന് ശാന്തമായി. ആ നിമിഷം ബെന്നിയുടെ വാക്കുകളാണ് മരിയയുടെ മനസ്സിലേക്ക് എത്തിയത്. മരിയ കൊച്ചേ, പേടിച്ചു പോയോ? ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, ഒരിക്കൽ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും എന്നെ കൊണ്ട് പറയിക്കരുതെന്ന്. നിന്നെ വേദനിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല മരിയ കൊച്ചേ. നിന്റെ നിറഞ്ഞ കണ്ണുകൾ കാണുമ്പോൾ പോലും എനിക്ക് വേദനിക്കുന്നുണ്ട്. ഇനി എന്നെക്കൊണ്ട് ഇതൊന്നും പറയിപ്പിക്കരുത്, കേട്ടല്ലോ? റിച്ചി മരിയയും ചേർത്ത് പിടിച്ച് ബെഡിലേക്ക് കിടന്നു. റിച്ചിയുടെ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടാണ് മരിയ ഉണർന്നത്. ഉച്ചയ്ക്ക് റിച്ചിക്കൊപ്പം കിടന്നതാണ്. മരിയ പതുക്കെ ക്ലോക്കിലേക്ക് നോക്കി. 5 മണി. മരിയ പെട്ടെന്ന് എഴുന്നേറ്റ് ബാത്റൂമിൽ കയറി ഫ്രഷായി കിച്ചണിലേക്ക് പോയി. എല്ലാവർക്കുമുള്ള ചായ ഇട്ട് ബെന്നിക്കും മത്താച്ചനുമുള്ള ചായ കൊടുത്തു. റിച്ചിക്കുള്ള കോഫിയുമായി മുകളിലേക്ക് പോയി. മരിയ റൂമിലെത്തിയിട്ട് റിച്ചിയെ കണ്ടില്ല. മരിയ കോഫി ടേബിളിൽ വെച്ച് റൂം മുഴുവൻ കണ്ണോടിച്ചു. ബാത്റൂമിൻ്റെ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് മരിയ അങ്ങോട്ട് നോക്കി. പുറത്തേക്ക് വരുന്ന റിച്ചിയെ കണ്ട് മരിയ കോഫിയുമായി റിച്ചിക്ക് അടുത്തേക്ക് ചെന്നു. റിച്ചിക്ക് കോഫി കൊടുത്ത് മരിയ തിരിഞ്ഞതും റിച്ചി മരിയയുടെ കയ്യിൽ പിടിച്ചു വലിച്ച് അവനെ നെഞ്ചിലേക്ക് ഇട്ടു. റിച്ചി കോഫി ടേബിളിലേക്ക് വെച്ച് 2 കൈകൊണ്ട് മരിയെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഇച്ചായ, വിറയലോടെ മരിയ അവനെ വിളിച്ചു. മരിയ കൊച്ചേ. ഐ ഫീൽ ദി സ്വീറ്റ്നെസ് ഓഫ് യുവർ ലിപ്സ്. റിച്ചി മരിയയുടെ ചുണ്ട് തഴുകിക്കൊണ്ട് പറഞ്ഞു. മരിയയുടെ ശരീരം വിറച്ചുപോയി. മരിയയുടെ വിറയ്ക്കുന്ന ചുണ്ടുകളും പിടക്കുന്ന മിഴികളും റിച്ചി നോക്കി നിന്നു. റിച്ചി പതിയെ മരിയെ ബെഡിലേക്ക് കിടത്തി. റിച്ചി പതുക്കെ മരിയയുടെ ടീഷർട്ട് വയറിൽ നിന്നും കുറച്ച് മുകളിലേക്ക് ഉയർത്തി. പതുക്കെ അവിടെ ചുണ്ടുകൾ ചേർത്തു. റിച്ചി മരിയയുടെ ചുണ്ടിൽ വിരൽ വെച്ച് തടഞ്ഞു. നിന്നിലെ പെണ്ണിനെ എനിക്ക് അറിയണം. നിന്റെ ഓരോ അണുവിനെയും എനിക്ക് തൊട്ടറിയണം. അന്ന് ആദ്യമായി റിച്ചിയുടെ കണ്ണിൽ പ്രണയത്തിന് മുകളിൽ മറ്റു ഭാവങ്ങൾ വരുന്നത് മരിയെ നോക്കിക്കണ്ടു. മരിയെ കൊച്ചേ, ഈ ശരീരം ഇത് എൻ്റേതാക്കിക്കോട്ടെ ഞാൻ. മരിയയുടെ കണ്ണിൽ നോക്കി റിച്ചി ചോദിച്ചതും നാണത്താൽ ചുവന്നു കൊടുത്ത മരിയയുടെ മുഖം. കടിച്ചെടുക്കാൻ തോന്നുന്നു പെണ്ണെ നിന്റെ ഈ മുഖം. തുടരും. ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. മറ്റു കൂട്ടുകാരിലേക്ക് ഷെയറും കൂടി ചെയ്യണേ. താങ്ക്